ഹലോ സുഹൃത്തുക്കളെ, ഇത് നമ്മളെ മാരുതി സ്വിഫ്റ്റ് ഇല്ലേ, അത് CNG ഇൻബിൽഡായിട്ട് വന്നിട്ടുള്ളതാണ്. അതായത് മാരുതിയുടെ CNG ഡയറക്റ്റ് കമ്പനി ഇറക്കിയിട്ടുള്ളതിൻ്റെ, അതായത് CNGയുടെ സിലിണ്ടറും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുവെ ജനങ്ങൾ മാരുതിയുടെ വാഹനങ്ങൾ മേടിച്ചിട്ട് അതിൽ CNG കയറ്റുക ചെയ്യാറ്. പക്ഷേ ഇപ്പോൾ മാരുതിയുടെ CNG ഡയറക്റ്റ് കമ്പനി ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൽ സ്വിഫ്റ്റ് വാഹനത്തിലെ സ്വിഫ്റ്റ് കാറിൻ്റെ CNGയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. പൊതുവെ CNG കയറ്റിയ സ്വിഫ്റ്റ് കാറുകളിലൊന്നും ബാക്കിൽ വലിയ സ്പേസ് ഉണ്ടാവില്ല. പക്ഷേ ഇതിൽ കുറച്ചൊക്കെ സ്പേസ് നമുക്കുണ്ട്. CNGയുടെ സിലിണ്ടർ വെച്ചതിൻ്റെ ശേഷം പോലും നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാനുള്ള ഒരു സ്പേസൊക്കെ ഈ വാഹനത്തിലുണ്ട്. ഇപ്പോൾ CNG അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പമ്പിൽ വന്നിരിക്കുകയാണ്. പൊതുവെ എല്ലാ പമ്പുകളിലും CNG കിട്ടണമെന്നില്ല. അപൂർവം പമ്പുകളിലൊക്കെ ഇപ്പോൾ CNG ആയിട്ടുള്ളൂ. പക്ഷേ സാധാരണ പോലെ എല്ലാ പമ്പുകളിലും എത്തുന്നു നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കാറിൻ്റെ CNG ടാങ്കാണ് ഈ ഒരു സൈഡിൽ കാണുന്നത്. പക്ഷേ ഇതിൻ്റെ മറ്റേ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാലാണ് അവിടെയാണ് പെട്രോൾ ടാങ്ക് ഉള്ളത്, കണ്ടാ. പക്ഷേ പൊതുവേ സാധാരണ നമ്മൾ CNG കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പെട്രോൾ ടാങ്കിൻ്റെയും അതേപോലെ CNG ടാങ്കിൻ്റെയും ക്യാപ്പ് വരെ ഒരേ സ്ഥലത്തായിരിക്കും. പക്ഷേ ഇത് ഇൻബിൽഡാണ്. അതായത് കമ്പനി ഡയറക്റ്റ് ഇറക്കിയ കാരണം ഒരു സൈഡിൽ CNG ടാങ്കും മറ്റൊരു സൈഡിൽ പെട്രോൾ ടാങ്കാണ് ഇതിനുള്ളത്. പിന്നെ ഇത് വേണ്ട, ഇതിൽ കയറ്റുമ്പോൾ കണ്ട, അത് നമ്മൾ സാധാരണ എയർ അടിക്കുന്ന മാതിരിയാണ് ഇതിൻ്റെ സിസ്റ്റം. മറ്റേ പെട്രോൾ അടിക്കുന്ന മാതിരിയല്ല. ഇത് അതിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്ത് കണക്ട് ചെയ്തിട്ടൊക്കെയാണ് ഇത് ഈ CNG അടിക്കുക. പെട്രോൾ ടാങ്കിൽ പെട്രോൾ അടിക്കുന്ന മാതിരി ഇതിന് അടിക്കാൻ പറ്റില്ല. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചെങ്കിൽ CNG ഫുൾ ടാങ്കേ അടിച്ചു കൊടുക്കുകയുള്ളൂ. മറ്റേ നമ്മൾ പെട്രോൾ അടിക്കുന്ന മാതിരി 100 രൂപയ്ക്ക് 200 രൂപയ്ക്കൊന്നും അടിച്ചു കൊടുക്കുന്നില്ല. അത് അവർ ബോർഡ് തന്നെ വെച്ചിട്ടുണ്ട്. അതിനൊരു റീസൺ അവർ പറയണത്, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എയർ കയറാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഫുൾ ടാങ്ക് അടിക്കാൻ നമ്മൾ അനുവദിക്കുന്നുള്ളൂ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഇതിന് CNG 89 രൂപ 90 പൈസയാണുള്ളത്. അതായത് 90 രൂപയാണ് 1 ലിറ്ററിനുള്ളൂ. ഒരു 90 രൂപയ്ക്ക് 1 കിലോ CNG അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 35 കിലോമീറ്റർ ഓടാമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പരീക്ഷണം കൂടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾ CNG അടിച്ചു, കണ്ട, CNG ഫുൾ ടാങ്കാണ്, കണ്ട, ഫുൾ കട്ടകൾ CNG ഉണ്ട്. പക്ഷേ പെട്രോളിൻ്റെ സൈഡിൽ ഒരു കട്ടയുള്ളൂ. കാരണം പെട്രോൾ അടിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു കട്ട പേരിന് മാത്രമേ വെച്ചിട്ടുള്ളൂ. കാരണം CNG ഒക്കെ ഒരുവിധമൊക്കെ ആയി തുടങ്ങിച്ചെങ്കിൽ പോലും പെട്രോൾ പമ്പുകളുമാതിരി തന്നെ എല്ലാ പെട്രോൾ പമ്പിലും CNGയുടെ ഇതില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു 100 കിലോമീറ്റർ 250 കിലോമീറ്ററൊക്കെ ആകുമ്പോൾ കഴിയുന്നതും ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും നല്ല ഒരു മാർഗം. അപ്പോൾ ഇതിൽ ഒരു കട്ട മാത്രമേ പെട്രോളൂ, ബാക്കി ഫുൾ കട്ട നമ്മൾ ഓൾറെഡി ഫില്ല് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചെങ്കിൽ പെട്രോൾ ടാങ്ക് ഫുൾ ടാങ്ക് അടിച്ചു കഴിഞ്ഞാൽ ഒരു 500-550 കിലോമീറ്റർ കിട്ടുന്ന സ്ഥാനത്ത് നമ്മളെ CNG അടിച്ചു കഴിഞ്ഞാൽ ഒരു 250 മാക്സിമം 300 കിലോമീറ്ററൊക്കെ അടുത്തേ കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ CNG അടിക്കാൻ നമ്മൾ വിട്ടു പോയിട്ടുണ്ട് വെച്ചെങ്കിൽ, കൂടാതെ പെട്രോൾ അടിച്ചിട്ടുമില്ല വെച്ചെങ്കിൽ വഴിയിൽ നിന്ന് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഓരോ സമയത്തും നമ്മൾ ടാങ്ക് എവിടെയെങ്കിലും CNGയുടെ പമ്പുകൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ നിർത്തിയ ഫുൾ ടാങ്ക് അടിച്ചിട്ട് പോവുകയാണെന്ന് വെച്ചെങ്കിൽ ലോങ്ങൊക്കെ ഈസി ആയിട്ട് പോവാം. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇത് സാധാരണ സ്വിഫ്റ്റ് മാരുതിയൊക്കെ തന്നെയാണ്. ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് കണ്ടല്ലേ, ഗിയറുകൾ, അതേമാതിരി ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം, അത് നമ്മളെ AC-യുടെ തണവ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ ഉള്ളത് കണ്ട, അതിൻ്റെ എയർ വെൻറ്റിലേഷൻ്റെയാണ് അത്. അതുകൂടാതെ അതിൻ്റെ ഇപ്പുറത്ത് വന്നു കഴിഞ്ഞാൽ AC-യുടെ തണവ് ടെമ്പറേച്ചർ കൂട്ടാനും കുറയ്ക്കാനുള്ളതൊക്കെയാണ് ഈ കാണുന്നത്. അതേമാതിരി അത് സ്വിച്ചാണ്, AC-യുടെ ഓൺ ഓഫ് സ്വിച്ച്, അങ്ങനെയുള്ള ഇതൊക്കെ തന്നെ നോർമലി ഒരു മാരുതി സ്വിഫ്റ്റിന് എങ്ങനെയൊക്കെയുണ്ടോ അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിനും വന്നിട്ടുള്ളത്. അതിന് പ്രത്യേകിച്ചൊരു മാറ്റങ്ങളൊന്നും ഇതിന് വന്നിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് പെട്രോൾ വണ്ടി അവർ ശരിക്കും ഒന്ന് CNG ആക്കി എന്ന് മാത്രമേ ഉള്ളൂ. അതേമാതിരി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും അത് നല്ലതാണ്. അതേമാതിരി വെൻറ്റിലേഷനൊക്കെ കണ്ട, AC വെൻറ്റിലേറ്ററൊക്കെ നല്ല രസമായിട്ട് തന്നെ പഴയ സ്വിഫ്റ്റ് മാതിരി തന്നെ ഉണ്ട്. ഇതേമാതിരി ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ കാണുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു ഇത് കണ്ട, അതിൻ്റെ ആ സൈഡൊക്കെ പോരാ. അത് പഴയ വണ്ടികളുടെയാണ്. പക്ഷേ ഡിസയറിൻ്റെയൊക്കെ അത് ഭയങ്കര ഒരു ഫിനിഷിങ് ഉണ്ടാവും. ഇതൊരു ഫിനിഷിങ് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളതൊരു പോരായ്മയായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം കണ്ട, ആ ഒരു ഫിനിഷിങ് പോരാ. അതിനൊക്കെ ഫ്രെയിമിനൊക്കെ ഒരു വീതി കൂടിയ മാതിരിയൊക്കെ ഉണ്ട്. ഇതിൽ ഈ കാണുന്ന സ്വിച്ചാണ് CNGന്ന് പെട്രോളിലേക്കും പെട്രോളിൽ നിന്ന് CNG ആക്കാനുള്ള സ്വിച്ച്. പിന്നെ അതിൻ്റെ അടുത്തുള്ള സ്വിച്ച് നമ്മളെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചാണ്. അത് സാധാരണ വാഹനത്തിൽ കാണുന്ന മാതിരിയൊക്കെ തന്നെയാണ് ഉള്ളത്. പിന്നെ ഈ കാണുന്നത് നമ്മളെ റൂഫ് ലൈറ്റും കാര്യങ്ങളൊക്കെയാണ്. അതിന് കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നുമില്ല. സാധാരണ കാണുന്ന എല്ലാ വാഹനത്തിലുള്ള അതേ രീതിയിലൊക്കെ തന്നെയാണ് റൂഫ് ലൈറ്റും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുള്ളത്. പിന്നെ അടുത്തത് നമ്മളെ മിററാണ്. സൈഡ് മിററിലുള്ള സ്വിച്ചാണ് ഈ കാണുന്നത്. ഇത് സാധാരണ ഒരുവിധം വണ്ടികളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് കാണുക. 2 സൈഡിലേക്കും തിരിച്ചിട്ട് നമുക്ക് മിറർ സെറ്റ് ചെയ്യാനൊക്കെ ഉള്ളിലിരുന്നിട്ട് തന്നെ ചെയ്യാൻ പറ്റാവുന്ന ഓട്ടോമാറ്റിക്
മിറർ സംവിധാനം എന്നാണ് അതിനെ പറയുക. അതൊക്കെ സാധാരണയുള്ള എല്ലാ വാഹനങ്ങളിലും പോലെ തന്നെയാണ് ഇതിലും കാണിക്കുന്നത്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ പറ്റി പറയുകയാണെന്ന് വെച്ചാൽ ഇതിൽ ആപ്പിൾ ആൻഡ്രോയിഡൊക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആപ്പിളാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മളെ സ്പോട്ടിഫൈ എന്ന് പറഞ്ഞിട്ടുള്ള മ്യൂസിക് ചാനൽ നമുക്ക് വളരെ കറക്റ്റായിട്ട് കണക്ട് ചെയ്യാനും ഈസി ആയിട്ട് കണക്ട് ചെയ്യാനും പാട്ടൊക്കെ വളരെ രസമായിട്ട് കേൾക്കാനൊക്കെ പറ്റാവുന്ന നല്ലൊരു മ്യൂസിക് സിസ്റ്റമാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. നമ്മളിതിൻ്റെ പുറത്തേക്ക് വരികയാണെന്ന് വെച്ചാൽ സാധാരണ ഒരു മാരുതി സ്വിഫ്റ്റിൻ്റെ അതേ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. കാര്യമായിട്ടുള്ളൊരു മാറ്റം തന്നെ ഇല്ലയെന്ന് പറയാം. ഇപ്പോഴത്തെ പുതിയ മാരുതി കാറുകൾ അല്ലെങ്കിൽ മാരുതി സ്വിഫ്റ്റ് എങ്ങനെയുണ്ട് അതേമാതിരി തന്നെയാണ് ബാക്കിയുള്ള ഇതിൻ്റെ ഔട്ടർ കാര്യങ്ങളൊക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.